നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഫ്രേസസ് ആണ്. അതായത് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ധൈര്യം ഇല്ല ഇംഗ്ലീഷിൽ മൊത്തത്തിൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ അറിയില്ല എങ്കിൽ ഈ ചെറിയ ചെറിയ സെൻറ്റൻസസ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂടും, നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ബെറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഈ സെൻറ്റൻസസ് നോക്കാം. വേഗം വാ, ഇത് നമ്മൾ എങ്ങനെയാണ് പറയാം? അല്ല, നമുക്ക് വേഗം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കം ഫാസ്റ്റ് എന്ന് പറയും അല്ലേ? അതിനെക്കാട്ടും ഒത്തിരി ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്രേസ് ഞാൻ പഠിപ്പിക്കാം. ബി ക്വിക്ക് എന്ന് വെച്ചാൽ വേഗം വാ, വേഗം പെട്ടെന്നാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഞാൻ കാത്തിരിക്കാം, ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം. കാത്തിരിക്കാം എന്ന് പറയുമ്പോൾ വെയിറ്റ്. അപ്പം ഞാൻ കാത്തിരിക്കാം എന്ന് പറയുമ്പോൾ ഐ വിൽ വെയിറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ശരി, ഞാൻ വരാം. ശരി, ഞാൻ വരാം. ഇതെങ്ങനെ പറയും? ഓക്കെ. ശരി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെങ്കിൽ ഓൾ റൈറ്റ് അങ്ങനെയും പറയാം. ഓക്കെ അല്ലെങ്കിൽ ഓൾ റൈറ്റ് എന്നും പറയാം. ഞാൻ വരാം, ഐ കം. ശരി, ഞാൻ വരാം. ഓക്കെ, ഐ കം അല്ലെങ്കിൽ ഓൾ റൈറ്റ്, ഐ കം. ഓക്കെയും ഓൾ റൈറ്റും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ് വരിക. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഓൾ റൈറ്റിന് ഒരെല്ലാം മതി. ഓക്കെ, ഓൾ റൈറ്റ്, ഐ കം. ഇനി അതെങ്ങനെ എന്നുള്ളത്, അതെങ്ങനെ ശരിയാവുക, അതെങ്ങനെ നടക്കുക, അതെങ്ങനെ നമ്മൾ ചോദിക്കാൻ പറ്റും? ഹൗ വിൽ ഇറ്റ് ബി, ഹൗ വിൽ ഇറ്റ് ബി, അതെങ്ങനെ ശരിയാവുക എന്നുള്ള അർത്ഥത്തിൽ. ഹൗ വിൽ ഇറ്റ് ബി, അതെങ്ങനെ ശരിയാകും, അതെങ്ങനെ നടക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഹൗ വിൽ ഇറ്റ് ബി എന്ന് ചോദിക്കാം. അതെങ്ങനെ. ഇനി എനിക്കത് വേണ്ട, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട നമ്മൾ പറയാണ് ഐ ഡോണ്ട് നീഡ് ദാറ്റ്. ഡോണ്ട് നീഡ് എന്ന് പറഞ്ഞാൽ വേണ്ട എന്നർത്ഥമാണ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ഓക്കെ, എനിക്കത് വേണ്ട. ഒന്നുകിൽ ഐ ഡോണ്ട് വോണ്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് നീഡ് ദാറ്റ്. ഇനി ഇപ്പോൾ പോകാം, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ സെൻറ്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാനുള്ള കോൺഫിഡൻസും കൂടും. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഇംഗ്ലീഷിൽ ബെറ്റർ ആവുകയും ചെയ്യും. ഇംഗ്ലീഷിൽ ഉടനീളം സംസാരിക്കണമെന്നില്ല, മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. താങ്ക് യു. English Mitra. Stop worrying, start learning.